കൊച്ചി കലൂർ സ്റ്റേഡിയം വാദത്തിൽ ഒളിച്ചുകളി തുടർന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ. സ്പോൺസറുമായുള്ള കരാർ വ്യവസ്ഥകളിൽ SKFന് പ്രതികരണമില്ല. മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് എത്ര തുക ചെലവായെന്ന് വ്യക്തമാക്കാൻ കായിക മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് മുസ്ലിം ലീഗ് പ്രതികരിച്ചു. സ്റ്റേഡിയത്തിൽ അതിക്രമിച്ച് കയറിയെന്ന GCDയുടെ പരാതിയിൽ എറണാകുളം DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തു. മെസ്സിയും അർജന്റീന ടീമും വരുമെന്ന് പറഞ്ഞ കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് നവീകരണത്തിന് വിട്ടുകൊടുക്കുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് പ്രതിഷേധവുമായി എത്തിയ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ സുരക്ഷാ ജീവനക്കാർ തടയുകയും വകവയ്ക്കാതെ പ്രവർത്തകർ ഉള്ളിലേക്ക് കയറുകയും ചെയ്തു. ഇത് വാക്കുതർക്കത്തിനും ഇടയാക്കി. GCDയെ നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ കേസ്. മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കും. അതേസമയം സ്റ്റേഡിയം നവീകരണത്തിൽ കരാർ എവിടെ എന്ന ചോദ്യത്തിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മൗനം തുടരുകയാണ്. കരാറുണ്ടെങ്കിൽ കരാറിന്റെ വ്യവസ്ഥകൾ വ്യക്തമാക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല. സ്പോൺസർക്കല്ല, സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് സ്റ്റേഡിയം നൽകിയത് എന്ന് പറഞ്ഞ GCDയെ കൈയൊഴിഞ്ഞു. പൊതുസ്ഥലം നവീകരിക്കാൻ വിട്ടുകൊടുത്തതിൽ ദുരൂഹത മാറ്റേണ്ടത് കായിക വകുപ്പെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എങ്ങനെയാണ് GCDയെയും ഗവൺമെന്റും ഒരു കരാറില്ലാതെ 70 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തും? വിഷയം കോൺഗ്രസിന് നേട്ടമാകാതെ രാഷ്ട്രീയമായി നേരിടാൻ CPM കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.